കാണിക്കുന്നുണ്ട്. ഇവർ എടുത്തിട്ടുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ പേര് അലക്സാണ്ടർ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90s കാലഘട്ടത്തിൽ ഒരു ഫയർ ആക്സിഡന്റിൽ പെട്ടിട്ട് ഈ ഒരു അലക്സ് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു 79 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഡോക്യുമെന്റ്സ് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ജീവിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ ജീവനോടെയാണ് അലക്സ് ഇപ്പോ നമ്മുടെ ചീഫിന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇപ്പൊ ചീഫ് അയാളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അലക്സിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത്? ആ ഒരു ക്വസ്റ്റിനും ഇയാൾ വായ തുറക്കുന്നുണ്ടായിരുന്നില്ല. ശരി ആ ഒരു ഡോക്ടർ എന്തിനാണ് ഒരു ബന്ധമില്ലാതെ നിന്നെ കൊല്ലാനായിട്ട് വന്നത്? അയാള് എന്തോ മനസ്സിലാവാത്ത രീതിയിൽ പല കാര്യങ്ങളും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ്. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ഒരു സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും തീരാനായിട്ട് പോവാണ്. ആ ഒരു കാര്യം ആർക്കും തടുത്തു നിർത്താനായിട്ട് പറ്റില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ചീഫ് കഴിഞ്ഞ കാലത്തിൽ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ ചീഫിനും ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ചീഫിനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാണ്. അലക്സിനെ അവിടുന്ന് കൂട്ടിയിട്ട് പോകാനായിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ചീഫ് പറയുന്നുണ്ട്. അവളാണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ആ ഒരു സെല്ലിലേക്കാണ് അലക്സിനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അവൻ അടച്ചു വെച്ചിട്ടുള്ള സെല്ല് 6-ാം നമ്പർ സെല്ലായിരുന്നു. എന്നാൽ എം ടി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സെല്ലില് ഇപ്പൊ ആരോ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ഹീറോയിൻ ഇപ്പോ അവളുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വേറൊരു പോലീസുകാരി ആ ഒരു ഗേറ്റ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അതേ സമയത്ത് തന്നെ ഇവള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരികയാണ്. ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരനല്ലേ, അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ ഒരു പയ്യനെ ഒരുപാട് അടിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈക്കോ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇവൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ അവൾക്ക് ഓർമ്മ വന്നിട്ട് അവളിപ്പോ അവിടുന്ന് ഓടുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ടെൻഷൻ ആവാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് തന്നെ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. ഇന്നൊരു രാത്രി മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ ഉണ്ടാവുക. നാളെ രാവിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെ പുറത്തേക്ക് വിടാന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. അവള് നേരെ പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരിന്റെ അടുത്ത് നീ എന്തിനാണ് ഭയപ്പെട്ട് അവിടുന്ന് ഓടി വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനെ അവോയ്ഡ് ചെയ്തിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ഹീറോയിൻ നേരെ വന്നിട്ട് നമ്മുടെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഫോൺ ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്രോളിങ്ങിന് പോയിട്ട് ആവശ്യമില്ലാതെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു 2 പോലീസുകാരില്ലേ, അതിലുണ്ടായിരുന്ന ആ ഒരു ലേഡി പോലീസിനെ നമുക്ക് ജെൽസ എന്ന് വിളിക്കാം, മറ്റേയാളെ നമുക്ക് ടോം എന്നും വിളിക്കാം. ഇപ്പൊ രണ്ടുപേരെയും വിളിച്ചിട്ട് ചീഫ് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നേരിട്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ നമ്മുടെ ചീഫ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അതുവരെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ചീഫും അവിടുന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചീഫിന്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ്, എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് എന്തോ ഒരു പേടി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ 4 തടവുകാരുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ അവളിപ്പോ ചീഫിനോട് ചോദിക്കുന്നുണ്ട്. അവര് പുറത്തൊന്നുമില്ലല്ലോ, എല്ലാവരും സെല്ലല്ലേ ഉള്ളത്, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അവര് സെല്ലിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം ആർക്കും ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണമെന്ന് പറയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ചീഫ് അവന്റെ കാറും എടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ അവിടുന്ന് പാഞ്ഞു പോവാണ്. ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു സീറ്റിന്റെ ബാക്കിൽ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അലക്സ് അവനിങ്ങനെ നിൽക്കുന്നതായിട്ട്